26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ജോലി ചെയ്തിട്ട് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നില്ലേ നിങ്ങൾക്ക്? 7-ാം തീയതിക്ക് മുൻപ് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതിനായി രാജ്യത്ത് പുതിയ ലേബർ കോഡുകളിലൊന്നായ വേജ് കോഡ് അഥവാ ശമ്പള കോഡിൽ വ്യക്തമായ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോലി ചെയ്തിട്ട് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നില്ലേ നിങ്ങൾക്ക്? എങ്കിലിതാ പോംവഴിയുണ്ട്. ഏതൊരു തൊഴിലാളിയും സംബന്ധിച്ച് ശമ്പളം തന്നെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. പറഞ്ഞ തീയതിയിൽ ശമ്പളം അക്കൗണ്ടിലെത്തുക, പ്രധാന ചെലവുകൾ നടന്നു പോകുക, സുഗമമായ ജീവിതം സാധ്യമാക്കുക എന്നത് തന്നെയാണ് ഓരോ ജോലിക്കാരെയും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും പ്രധാനമായ കാര്യം. ഇതിന് രാജ്യത്ത് ചില നിയമങ്ങളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ 4 ലേബർ കോഡുകളിലൊന്നായ വേജ് കോഡ് അഥവാ ശമ്പള കോഡിൽ എപ്പോഴാണ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഒരു മാസത്തിലെ 7-ാം ദിവസത്തിനുള്ളിൽ ശമ്പളമോ കൂലിയോ നൽകണമെന്നാണ് ഇതിൽ പറയുന്നത്. ഒരു ജീവനക്കാരൻ രാജിവെക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യപ്പെട്ടാൽ അപ്പോൾ 2 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ കുടിശ്ശികകൾ തീർക്കണമെന്നും നിയമത്തിൽ പറയുന്നു. നിശ്ചിത ശമ്പള പരിധിക്ക് മാത്രം ബാധകമായിരിക്കുന്ന മുൻ ചട്ടക്കൂടിനെ പൊളിച്ച് ഇപ്പോൾ എല്ലാവർക്കും ബാധകമാകുകയാണ് കേന്ദ്രം ചെയ്തത്. വേതന കാലയളവിനെ ആശ്രയിച്ചുള്ള വ്യത്യസ്ത സമയക്രമങ്ങളും കോഡ് നിർദ്ദേശിക്കുന്നുണ്ട്. തൊഴിലിന്റെ സ്വഭാവം അല്ലെങ്കിൽ വേതന കാലയളവ് അനുസരിച്ച് ശമ്പളം നൽകേണ്ട സമയക്രമത്തിലും വളരെ മാറ്റമുണ്ട്. പ്രതിമാസാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അടുത്ത മാസം 7-ാം തീയതിക്ക് മുൻപും ആഴ്ചതോറും ലഭിക്കുന്നവർക്ക് ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിനത്തിലും ശമ്പളം നൽകണം. 2 ആഴ്ചയിലൊരിക്കൽ ജോലി ചെയ്യുന്നവർക്ക് ആ കാലാവധി തീർന്ന് 2 ദിവസത്തിനകം ശമ്പളം നൽകണമെന്നാണ് പറയുന്നത്. ഇനി ദിവസ വേതനക്കാരാണെങ്കിൽ അതത് പ്രവൃത്തി ദിവസത്തിന്റെ അവസാനവും ശമ്പളം നൽകണമെന്നാണ് പറയുന്നത്. കൂടാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ ചെയ്യപ്പെടുന്ന ജീവനക്കാരുടെ കാര്യത്തിലും വേജ് കോഡ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ എല്ലാ കുടിശ്ശികളും അവസാന ഗഡുവും വെറും 2 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തന്നെ കമ്പനി നൽകി തീർക്കണമെന്നാണ് നിയമത്തിൽ കർശനമായി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർമാരെ നിയമിക്കാനും കോഡ് വ്യവസ്ഥ ചെയ്യുന്നു. വേതനം വൈകിയാലോ അനധികൃതമായി കിഴിവുകൾ നടത്തിയാലോ കോഡ് പ്രകാരം നിയമിച്ചിട്ടുള്ള അതോറിറ്റിക്ക് മുമ്പാകെ ജീവനക്കാർക്ക് പരാതി കൃത്യമായി നൽകാം. 3 വർഷം വരെ പരാതി നൽകാൻ സമയമുണ്ട്. വേതനം നൽകാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടും ഉടമ നൽകിയില്ലെങ്കിൽ ആ തുക ഭൂനികുതി കുടിശ്ശികയായി ഈടാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.